ഇന്ന് പുതിയ ട്രെൻഡാണ് സേവ് ദ ഡേറ്റ്. രണ്ടാമത്തെ ഒരു പരിപാടിയാണ് പോസ്റ്റ് വെഡ്ഡിംഗ് പ്രോഗ്രാം. മൂന്നാമത്തെ ഒരു പ്രോഗ്രാമാണ് മെറ്റേണിറ്റി പിക്ചേഴ്സ്. ഈ മൂന്ന് കാര്യങ്ങൾ ഇന്ന് ഈ കാലഘട്ടത്തിലുണ്ട് അല്ലേ? വാസ്തവത്തിൽ ഒരു ക്രൈസ്തവ പാരമ്പര്യത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ സഭാ പാരമ്പര്യത്തിൽ, വിവാഹം ആലോചിച്ച് കഴിഞ്ഞ് ചെറുക്കനും പെണ്ണും പരസ്പരം സ്പർശിക്കുവാൻ അനുവാദം കൊടുക്കുന്നത് ഈ പള്ളിക്കകത്ത് വെച്ച. ഇതാ ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ അനുവാദം കൊടുക്കുന്നത്. പക്ഷെ ഇന്നത്തെ സേവ് ദ ഡേറ്റ് പ്രോഗ്രാം കണ്ടാൽ എന്തോ ഒരു വൾഗറാണ്. ഇത് ലൈവ് ഉള്ളതുകൊണ്ട് എനിക്കിന്ന് 10 അമൃതവർഷമുണ്ടാകും. കുഴപ്പമില്ല. അതുകൊണ്ട് ഈ സേവ് ദ ഡേറ്റ് എന്ന പ്രോഗ്രാം ഇന്ന് വളരെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. 2, പോസ്റ്റ് വെഡ്ഡിംഗ്. വിവാഹം കഴിച്ച് തലമുറകളെ ജനിപ്പിക്കുവാൻ അനുവാദം കൊടുക്കുന്നൊരു കൂദാശ കൂടെയാണ് വിവാഹ കൂദാശ. ഒരുവന്റെ കിടപ്പറയിൽ അവന്റെ ഭാര്യയും ഭർത്താവുമായി തീരുന്നവൻ കാണിക്കേണ്ടുന്ന സ്വകാര്യത, അത് പരസ്യമായി നാട് മൊത്തം കാണിക്കുന്നത് മലയാളിയുടെ സംസ്കാരത്തിന് ചേരുന്നതല്ല. ഇവിടെ പറയാം, ഒരുവന്റെ കിടപ്പറയിൽ അവന്റെ സ്വകാര്യതയ്ക്ക് ചേരുന്ന കാര്യങ്ങൾ അവൻ നിർവഹിക്കണം. അത് പരസ്യപ്പെടുത്താനുള്ളതല്ല. കാരണം ഇന്ന് പല ചിത്രങ്ങളും ആ രീതിയിൽ പലയിടങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. സംഭവിക്കുന്ന കാര്യം, ഒന്ന്, ചില മാതാപിതാക്കൾ അവരുടെ മക്കളുടെ കൺസെപ്റ്റ് എങ്ങനെയാണ് നമുക്കറിയാം. നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ അപ്പൻ്റെ അമ്മയുടെ മുൻപിൽ വെച്ച് പറയുവാനോ ചെയ്യുവാനോ പറ്റില്ല. നാളെ നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോൾ എൻ്റെ അപ്പനും അമ്മ ഇങ്ങനെയാണല്ലോ എന്നുള്ള ഭാവമുണ്ടാവും. അതുകൊണ്ട് പക്വതയില്ലാത്ത മനസ്സുകളിൽ ഈ രീതിയിലുള്ള പല പല പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. അതുകൊണ്ട് ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഓർത്തോണം, പ്രസംഗിച്ചപ്പോൾ ഓർത്തോണം, നമ്മുടെ 23 വയസ്സുകാരൻ്റെ ജീവിതത്തിൻ്റെ നിഷ്ഠയിലുണ്ടായ ഒരു ചിത്രത്തിൽ നിന്ന് ഇത്രമാത്രം നിഷ്ഠകൾ പഠിക്കാൻ പറ്റുന്ന തലങ്ങൾ. നിഷ്ഠയുള്ള ജീവിതം ഉണ്ടാവണം. 3, ആദ്യത്തെ ഗർഭിണി ആകുന്ന സമയത്ത് ഭാര്യയുടെ വയറിൽ ചുംബിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഭർത്താവിൻ്റെ ചിത്രം, വയറ് താങ്ങി നിൽക്കുന്ന ഭർത്താവിൻ്റെ ചിത്രം, അല്ലേ? നല്ല കാര്യമാണ്. മക്കൾ ദൈവം നൽകുന്ന ദാനമാണ്, ഉദരഫലം അനുഗ്രഹിക്കപ്പെട്ടതാണ്, അല്ലേ? ഇവിടെ നിന്ന് എത്ര മാതാപിതാക്കളാ ഇങ്ങനെ ചിത്രം എടുത്തോണ്ട് എൻ്റെ ഭാര്യ ഗർഭിണിയാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. പോട്ടെ. 2, ദീർഘവർഷങ്ങളായി കുഞ്ഞുങ്ങളില്ലാത്ത ഒരുപാട് പേരുണ്ട്, അല്ലേ? ദീർഘവർഷങ്ങളായി കുഞ്ഞുങ്ങളില്ലാത്ത ഒരുപാട് പേരുണ്ട്. അറിയാതെ നമ്മൾ അവരെ ഒന്ന് പ്രൊവോക്ക് ചെയ്യാണ്, അവരെ സങ്കടപ്പെടുത്തുകയാണ്. കാരണം എന്താ? അപ്പൊ മനുഷ്യൻ സ്വയമേ ചിന്തിക്കും, അയ്യോ ഞങ്ങൾക്കായില്ലല്ലോ, അവർക്കായല്ലോ, അല്ലേ? ആരുടെയെങ്കിലുമൊക്കെ ഒരു മനസ്സിൽ നമ്മളൊരു നൊമ്പരം കൊടുക്കില്ലേ? നമ്മുടെ ഭാര്യ ഗർഭിണിയാകുന്നത് സന്തോഷമാണ്. പക്ഷെ ഇങ്ങനെ പരസ്യപ്പെടുത്തി ഫേസ്ബുക്കിൽ അങ്ങോട്ട് ഇറ്റ്സ് എ ബേബി ബോയ്, ഇറ്റ്സ് എ ബേബി ഗേൾ എന്നൊക്കെ പറഞ്ഞ് ഈ പരസ്യപ്പെടുത്തൽ, ഇത് നമ്മൾ വിചാരിക്കും നമ്മുടെ വലിയ സംസ്കാരം അങ്ങോട്ട് സമ്പന്നത പ്രാപിച്ചതാണെന്ന്. അല്ല. ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും പറയാണ്, ഇത് ലൈവായിട്ട് പോവും, എനിക്ക് ഒരുപാട് കാര്യം കേട്ടാലും കുഴപ്പമില്ല. അതുകൊണ്ട് ഇനിയുമുള്ള തലമുറയെങ്കിലും ദൈവോന്മുഖമായി ജീവിക്കുന്ന നല്ല ആത്മീക സത്തയുള്ള മക്കളുണ്ടായി വരണം. 23 വയസ്സുകാരൻ്റെ ധാർമ്മികതയിൽ ജീവിക്കാൻ കഴിയണം. അച്ഛനും പ്രസംഗിച്ചപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പോവുകയായിരുന്നു. ഈ ചില കാര്യങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം നമുക്കറിയാം, റീൽസ് ഉണ്ട്, റീൽസ്, അല്ലേ? എന്ത് ചെയ്താലും റീൽസാ. ചില റീൽസൊക്കെ കണ്ടാൽ നമുക്ക് ലജ്ജ തോന്നിപ്പോകും. മനസ്സിലാകുന്നുണ്ടോ? ഈ അടുത്ത കാലത്ത് സേവ് ദ ഡേറ്റ് എടുക്കാൻ പോയ ഒരു പയ്യന് വള്ളം മറിഞ്ഞു, ചെറുക്കൻ ചത്തുപോയി. പത്രത്തിൽ വായിച്ചതാ, അല്ലേ? സോഷ്യൽ മീഡിയ വന്നതാ. പോട്ടെ. ഇത് ഓർത്തപ്പോ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആനപ്രമ്പാൽ വളർന്നു വരുന്ന തലമുറയെങ്കിലും ഒരുപാട് സന്യാസി അച്ഛന്മാരും സിസ്റ്റർമാരും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
പിള്ളേർക്കൊക്കെ സിസ്റ്റർമാരാകാൻ വലിയ ഇഷ്ടമാണ്. എൻ്റെ ജസ്റ്റിനൊക്കെ തേറാക്കാരാകാൻ ഇഷ്ടം. അപ്പോൾ നല്ല സന്യാസി അച്ഛന്മാരും സന്യസ്തരായ പെൺകുട്ടികളൊക്കെ ഇവിടെ ഉണ്ടാവട്ടെ, അല്ലേ? ഇവർക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത കുഞ്ഞുങ്ങളാണ്. മുഖം കാണുമ്പോൾ അറിയാം. അല്ല, വർഗീസും ഷാരൻ്റെ മുഖത്തോട് നോക്കിയേ, കണ്ടോ, നല്ല നല്ല കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇവരൊക്കെ ദൈവത്തിന് ഇഷ്ടമുള്ള മക്കളായിട്ട് ഇവർ വളർന്നു വരട്ടെ. അപ്പം നിങ്ങളെങ്കിലും എനിക്കൊരു വിവാഹ കൂതാശ ഉണ്ടെങ്കിൽ അത് ദൈവത്തെ അറിഞ്ഞുള്ള കൂതാശയായി മാറ്റണം. എനിക്ക് ദൈവം ഒരു കുഞ്ഞിനെ തരുവാണെങ്കിൽ ആ ദൈവത്തെ അറിഞ്ഞ് വളർത്തുവാനിടയാവണം. അങ്ങനെയുള്ള നല്ലൊരു സാക്ഷ്യമുള്ള മക്കളായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക.